बच्चों, आगे की पंक्तियाँ देखें। माम के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ। माम के बार बार कहने को माने धीरे धीरे टूटती रही से आपने क्या समझा? ധീരെ ധീരെ ടൂटती रही പെട്ടെന്നങ്ങ് വാർദ്ധക്യത്തിലേക്ക് പോയില്ല, മെല്ലെ മെല്ലെ. അതായത് കിസിക്കാ ടൂട്ടന ക്യാ ഹോത്താ ഹേ ദുർബൽ ഹോന. നമ്മൾ നേരത്തെ പറഞ്ഞു ടൂട്ടന എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർബലമാവുക. മെല്ലെ മെല്ലെയാണ് അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുന്നത്, വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. മാം കാ ടൂട്ടന ക്യാ ഹോഗ മാനെ മാം കംസോർ ഹോനെ ലഗി, ദുർബൽ ഹോനെ ലഗി. മാം കംസോർ ഹോനെ ലഗി, ദുർബൽ ഹോനെ ലഗി. ക്ഷയിക്കുക, തളരുക, ദുർബലയാവുക, അവശയാവുക എന്നൊക്കെ പറയാം. മാം കെ ബാർ ബാർ കഹനെ കോ കാ മത്ലബ് ക്യാ ഹേ? ഏക് ഹി ബാത്ത് കോ മാം ബാർ ബാർ കഹനെ ലഗി. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാം. നമുക്കറിയാം, കുറച്ച് പ്രായമാകുമ്പോൾ, നല്ല പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം തന്നെ പറഞ്ഞ് പറയും. അവർക്ക് ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല, ഓർമ്മശക്തിയൊക്കെ കുറയും. അതാണ് ഏക് ഹി ബാർ ദൊഹരാത്തെ ഹെ, ആവർത്തിക്കുക, പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുക. അതാണ് ബാർ ബാർ കഹനേക്കോ കഹനെ ലഗി മാം ഏക് ഹി ബാത്ത്. ഹാത്തോം ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ മേം ആ ഗയി. धीरे धीरे महसूस करने लगे हम अपने വൃഷഭ കന്ധോ മേം മാം കാ ഭാരി ഹോന. ഇവിടെ പ്രത്യേകം നോക്കണം, ഹാത്ത് എന്ന് എഴുതിയത് എങ്ങനെയാണ്? ധ കൂട്ടി വരക്കില്ല. കന്ധോ മേ ധ കൂട്ടി വരക്കില്ല. ഭാരി ഹോന ഭ കൂട്ടി വരക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാത്തോം ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്ധോ മേം ആ ഗയി. मैंने कहने का मतलब क्या है? बेटे अब तक माम की ഛായ में സുരക്ഷിത് रहते थे. അമ്മ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നത് വരെ അമ്മയുടെ തണലിലായിരുന്നു മക്കളുണ്ടായിരുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷവും അമ്മയുടെ തണലിൽ അമ്മയാണ് വളർത്തിയത്, വലുതാക്കിയത്, അവർക്ക് മക്കൾക്ക് വേണ്ടതെല്ലാം നൽകിയത്. पर अब क्या हो गया? बेटों के प्रति प्यार और दुलार से रहने वाली माँ. മക്കൾക്ക് സ്നേഹവും പരിലാളനയും ഒക്കെ നൽകിയിരുന്ന അമ്മ ബേട്ടോങ്കെ ആശ്രയമേ ആകി. ഇപ്പോൾ മക്കളുടെ ആശ്രയത്തിൽ, തണലിൽ, മക്കളുടെ പരിരക്ഷ വേണ്ടി വന്നു അമ്മയ്ക്ക് വാർദ്ധക്യമായപ്പോൾ. कंधों में आना मतलब क्या है? व्हाट डू मीन बाय कंधों में आना? उत्तरदायित्व अपने ऊपर आना, रिस्पॉन्सिबिलिटी, उत्तरदायित्व. അതായത് यानी മാം की देखभाल करने की जिम्मेदारी बेटों पर आ गई. അമ്മയെ പരിരക്ഷിക്കാനുള്ള, അമ്മയെ സംരക്ഷിക്കാനുള്ള, देखभाल करना സംരക്ഷിക്കുക, അമ്മയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, ജിമ്മേദാരി, റെസ്പോൺസിബിലിറ്റി ബേട്ടോം പർ ആ ഗയി. വൃഷഭ് കന്ധ മീൻസ് സശക്ത് കന്ധ, ശക്തമായ ചുമലുകൾ. ഭാരി ഹോന ബോജ് ബന്ന. वृषभ कंधों में माम का भारी होना से आपने क्या समझा? यहाँ वृषभ कंधा किसका है? बेटों के. വൃഷഭ്, ശക്തമായ ചുമലുകൾ ആരുടേതാണ്? മക്കളുടേതാണ്. അതായത് ഇതുവരെ സംരക്ഷിച്ചിരുന്ന അമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മക്കളിൽ ആയി എന്നുള്ളതാണ്. अब तक बेटे किसके आश्रय में थे? माम के आश्रय में थे. और एक दिन माम किसके आश्रय में पड़ गई? बेटों के आश्रय में. धीरे धीरे बेटों के सशक्त कंधों में माम भार बन गई. एक बार फिर, हाथों हाथ रहती माम एक दिन हमारे कंधों में आ गई. हाथों हाथ रहती माम का अर्थ क्या है? यहाँ माम ही बेटों के लिए सब कुछ करती थी, माम ही सब कुछ संभालती थी. वही माम एक दिन बेटों के कंधों में आ गई. അമ്മയായിരുന്നു മക്കളെ സംരക്ഷിച്ചിരുന്നത്. അമ്മ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ അമ്മ ഇന്ന് മക്കളുടെ ആശ്രയത്തിൽ, തണലിൽ വന്നിരിക്കുകയാണ്. വൃഷഭ് കന്ധ യാ സശക്ത് കന്ധ മനെ ബേട്ടോം കാ സബൽ ഓന, ശക്തമായ
മക്കളുടെ ശക്തമായ കരുത്തുറ്റ കൈകൾ, കരുത്തുറ്റ ചുമൽ. കന്ത ബദൽന എന്ന് പറഞ്ഞാൽ ഉത്തർദായിത്വ, അതായത് ഉത്തരവാദിത്തം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഇന്ന് നമുക്ക് കാണാൻ പറ്റും, ഒരമ്മ കുറച്ച് വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ കിടപ്പിലൊക്കെ ആയാൽ തന്നെ മക്കൾ 2, 3, 4 മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, 1 മാസം കഷ്ടി ഓരോരുത്തർക്കും വിഭജിച്ചിട്ടുണ്ടാവും 1 മാസമൊക്കെ. അപ്പോൾ 1 മാസം കഴിഞ്ഞാൽ വിളിക്കും, സുഖവരൊക്കെ അന്വേഷിച്ചിട്ട്, നാളെ ഫെബ്രുവരി 1 എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് എന്താണ്? എൻ്റെ ഇവിടുത്തെ ഊഴം കഴിഞ്ഞു, അടുത്തത് കൊണ്ടുപോകാൻ വേണ്ടി വന്നോളണം എന്ന് സൂചിപ്പിക്കും പരസ്പരം മക്കൾ. അതാണ് കന്താബദല്ല. അമ്മയെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കുട്ടികൾ തമ്മിലിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. മൊത്തം ആശയം നമുക്ക് എങ്ങനെ പറയാം? एक ही बात को माँ बार बार कहने लगी. बच्चे इस आदत को उनके बढ़ते हुए बुढ़ापे की निशानी मानकर जीने लगे. ഒരേ കാര്യം തന്നെ അമ്മ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ ആ ഹാബിറ്റിനെ, ആദത്തുക്കോ, ഹാബിറ്റ് സ്വഭാവം, ആ സ്വഭാവത്തെ അമ്മയുടെ വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യം ആയി കണക്കാക്കാൻ തുടങ്ങി. ഉസ്കി ആവാസ് കംസോർ ഹൊത്തി രഹി, അമ്മയുടെ ശബ്ദമൊക്കെ ഇങ്ങനെ പതിഞ്ഞു വന്നു, മെല്ലെയായി. ധീരെ ധീരെ, മെല്ലെ മെല്ലെ ദുർബലയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബച്ചോं के प्रति प्यार और दुलार से रहने वाली माँ एक दिन बच्चों के आश्रय में आ गई. അമ്മ മക്കൾക്ക് സ്നേഹവും പരിലാളനയും നൽകിക്കൊണ്ടിരുന്ന അമ്മ ഇപ്പോൾ മക്കളുടെ ആശ്രയത്തിൽ, തണലിൽ ആയി വന്നിരിക്കുന്നു. ധീരെ ധീരെ ബച്ചോं के सशक्त कंधों में बोझ बन गई. മെല്ലെ മെല്ലെ തങ്ങളെ ഇത്രയും കാലം നോക്കിയിരുന്ന അമ്മ കുട്ടികൾക്ക് ആരായി മാറുകയാണ്? ഭാരം. ബോജ് മീൻസ് ഭാരമായി മാറുകയാണ്. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹെ അപ്നെ കന്ദേ. മാം ആഖിർ മാ ഹി തോ ഹേ. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माम, और माम के कंधों से उतरते ही उतर गए हमारे कंधे. ജബ് തക്ക് ജീവിത് രഹി മാം, അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ എന്തായി? ബദൽത്തേ രഹേ കന്ദേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിക്കുകയും, നീ നോക്ക് ഞാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അടികൂടി മക്കൾ തമ്മിൽ. അതാണ് ബദൽത്തേ രഹേ കന്ദേ. മനെ ജബ് തക്ക് മാം ജീവിത് രഹി ബേട്ടെ മാം കോ एक दूसरे के कंधों पर डालते रहे, यानी कंधे बदलते रहे. उनको माम का संरक्षण बहुत कठिन लगने लगा. അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾ അന്യോന്യം അമ്മയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. അമ്മയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അതാണ് ഹം ബദൽത്തേ രഹേ അപ്നെ കന്ദേ. ചുമലുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ റെസ്പോൺസിബിലിറ്റി മാറ്റുക. ബാർ ബാർ ഹമേ കന്ദേ ബദൽത്തേ ദേക്ക്. അമ്മമാരൊരിക്കലും കുട്ടികളുടെ പ്രയാസം ഇഷ്ടപ്പെടുന്നില്ല. അമ്മ കാണുന്നുണ്ട് മക്കൾക്ക് താനൊരു ഭാരമായി എന്നൊക്കെ. അപ്പം ബാർ ബാർ ഹമേ കന്ദേ ബദൽത്തേ ദേഖ് ഹമാരെ കന്തോं से उतर गई माम, और माम के कंधों से उतरते ही उतर गए हमारे कंधे. കന്തേ ബദലിനെയും കന്തോं से ഉതർനയും രണ്ടും രണ്ടാണ്. എന്താണ് കന്തോं से ഉതർന എന്ന് പറഞ്ഞാൽ? കന്തോं से ഉതർന മത്ലബ് ക്യാ ഹേ? അന്തിം പ്രയാൺ കർന, അർത്ഥാത് മർജാന. മക്കളുടെ ഈ പ്രയാസം തന്നെ നോക്കുന്നത് മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയുള്ള മനസ്സിലാക്കിക്കൊണ്ട് ആ മനപ്രയാസത്തോടുകൂടി അമ്മ അവസാനം എന്തായി പോകുന്നു? മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഉതറുകയെ ഹമാരെ കന്തേ കാ മത്ലബ് ക്യാ ഹേ? അമ്മ മരിച്ചതും മാം കെ ബിനാവേ ബേസഹാരെ. അപ്പോഴാണ് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയൂല എന്ന് പറയൂലേ, അതേപോലെയാണ് മാം കെ ബിന, അമ്മ മരിച്ചപ്പോഴാണ് അവർ തങ്ങൾ ആരുമില്ലാത്തവരായി, നിരാശ്രയരായി എന്ന് മനസ്സിലാക്കുന്നത്. മനെ ജബ് മാം കാ അഭാവ് ഹുവാ തബ് ബേട്ടെ നിരാശ്രയ് ഔർ ദുർബൽ ഹോ ഗയേ. അമ്മയുടെ അഭാവത്തിൽ മക്കൾ എന്താവുകയാണ്? നിരാശ്രയരാവുകയാണ്, ആരോരുമില്ലാത്തവരായി മാറുകയാണ്, അമ്മയുടെ മഹത്വം മനസ്സിലാക്കുകയാണ്, ദുർബലരായി മാറുകയാണ്. ഇവിടെ കവിതയുടെ ആശയം നമുക്ക് എങ്ങനെ നോക്കാം? ജബ് തക് ബൂഢി മാം ജീവിത് രഹി, വൃദ്ധയായ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബേട്ടെ മാം കി ദേഖ് രേഖ് ജിമ്മേദാരി ഏക് ദൂസരേക്ക് കന്തോം പർ ഡാൽത്തേ രഹേ. അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം മക്കൾ തമ്മിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരുന്നു.
സാരീ ജിന്ദഗി ബേട്ടോ കെ ലിയെ ജീനെ വാലി മാം, ജീവിതം മുഴുവനും മക്കൾക്കായി ഒഴിഞ്ഞു വെച്ച, മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ ബുഡാപ്പേമേം ബേട്ടോ കെ ലിയെ ഭാർ ബൻ ഗയി, വാർദ്ധക്യത്തിലെ മക്കൾക്ക് ഭാരമായി മാറി. पर माम के मातृत्व ने, അമ്മയുടെ മാതൃത്വം ബേട്ടോ की इस कठिनाई को सह नहीं पाया, മക്കളുടെ ഈ അവസ്ഥ അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത്, അവരെ ബുദ്ധിമുട്ടിക്കൂ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ അവർക്ക് സഹിക്കാനായില്ല. വോ സ്വയം ഉൻകെ കന്തോൻ സേ ഉതർ ഗയി, ഇവിടെ ആത്മഹത്യ ചെയ്യുന്നതൊന്നല്ല, ഇവിടെ പറയുന്നത് എന്താണ്, അമ്മ മനസ്സുപൊട്ടി മരിച്ചു എന്നുള്ള അർത്ഥത്തിൽ, മനസ്സ് വിഷമിച്ചു മരിച്ചു. വോ സ്വയം ഉൻകെ കന്തോൻ സേ ഉതർ ഗയി മത്ലബ് ഉസ്കാ അന്തിം പ്രയാൺ ഹോ ഗയ, അവസാനം അമ്മ മരിക്കുന്നതാണ്. മാം കെ അഭാവ് മേം ബേട്ടെ നിരാശ്രയ ഓർ ദുർബൽ ഹോ ഗയെ, അമ്മയുടെ അഭാവത്തിൽ, അമ്മ മരിച്ചതിന് ശേഷം കുട്ടികൾ നിരാശ്രയരാകുന്നു, ഹെൽപ്ലെസ് ആവുന്നു, ദുർബലരാകുന്നു. ഇതുവരെയുള്ള ഭാഗത്ത് നമ്മൾ मीनिंग ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. आप लोगों ने शब्दार्थ लिखा है और यहाँ मैं एक प्रश्न आपको देती हूँ. देखिए, നോക്കുക, പാഠഭാഗത്തുള്ളതിനാണ്, നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പിറകിലുണ്ട്. നിമ്നലിഖിത് ആശയ കവിതാക്കി കിൻ കിൻ പങ്ക്തിയോ മെഹെ, താഴെ കൊടുത്തിട്ടുള്ള ആശയം കവിതയിലെ ഏതെല്ലാം വരികളാണ്. ഇവിടെ ഒന്ന് ഉദാഹരണം തന്നിട്ടുണ്ട്. എന്ത്, ബേട്ടോ കാ ജീവൻ ബേരോക് ടോക് ചൽത്തി ഗാഡി കെ സമാൻ രഹ എന്ന ആശയം വരുന്ന വരികൾ ഏതാണ്? ദൗഡ്ത്തി രഹത്തി തി ബേധടക്, ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോ കി ചുക് ചുക് ചക് ചക്. അതേപോലെ ബാക്കി 3 വരികളുടെ 3 ആശയങ്ങൾ വരുന്ന വരികൾ കവിതയിൽ നിന്ന് എടുത്തെഴുതണം. ഏതൊക്കെ? മാം കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി, ബേട്ടെ അപ്നെ ദായിത്വ ബദൽത്തെ രഹെ, മാം കെ ചലേ ജാനെ സെ ബേട്ടെ സഹാരെ ബനെ. ഇത് എഴുതി അരമണിക്കൂറിനുള്ളിൽ എല്ലാവരും ഇതിപ്പം തന്നെ, ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് എഴുതി, ഈ ചോദ്യം ഇതെഴുതി ഈ വർക്ക് ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. ഈ ഒരു വർക്ക് വേർഡ് മീനിങ് ഒക്കെ എഴുതിയത് പലരും അയച്ചിട്ടുണ്ട്, പക്ഷേ ഇനിയും കുറേ പേര് അയക്കാനുണ്ട്. ഒരവസരം കൂടെ തരാം, അതിനുശേഷം ഞാൻ അയച്ചവരുടെ പേര് പബ്ലിഷ് ചെയ്യുന്നതാണ്. മറ്റൊന്ന് നോക്കുക, ഈ കവിതയുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാരാംശം കാണിച്ചിട്ടുണ്ട്. കവിതയുടെ ടിപ്പണി നിങ്ങൾ ഈ സ്ലൈഡ് നോക്കിയിട്ട് എഴുതിയെടുക്കണം. ഒരു കവിതയുടെ ടിപ്പണി എഴുതുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇതുവരെ സാരാംശം പറഞ്ഞു. ടിപ്പണി എഴുതുമ്പം കവി ഓർ കവിത ക പരിചയം, ടെക്സ്റ്റ് ബുക്കിലുണ്ട് കവിയെക്കുറിച്ച്, കവിയും കവിതയെക്കുറിച്ചും പരിചയപ്പെടുത്തണം. പിന്നെയോ കവിതയുടെ മൊത്തം ആശയം നമ്മളിപ്പോൾ പറഞ്ഞത്, ഭാഷാപരക വിശേഷത, ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയുടെ പ്രത്യേകതകൾ. പിന്നെയോ കവിത കി പ്രാസംഗികത പർ അപ്നാ വിചാർ, കവിതയുടെ ഇന്നത്തെ കാലികമായുള്ള പ്രസക്തി. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ കവിത എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രസക്തിയുണ്ട്. നമുക്കിന്ന് വൃദ്ധാശ്രം, ആരാം ഘർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനൊരു വീഡിയോ നേരത്തെ മുമ്പ് 3 വീഡിയോ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ അയച്ചിരുന്നു. ഇപ്പോൾ തൊട്ട് മുമ്പായിട്ട് ആരാം ഘർ, അത് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ആരാം ഘർ എന്ന ഈ ടെക്സ്റ്റ് ഉള്ളവർ അത് QR കോഡിലൂടെ സ്കാൻ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ഇന്ന് വൃദ്ധാശ്രമം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആധുനിക സമൂഹത്തിൽ അച്ഛനമ്മമാരെ നോക്കാൻ കുട്ടികൾക്ക് സമയമില്ലാതായി മാറുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതാണ് പ്രാസംഗികത, കാലികമായി എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളത്. ഈ കവിത എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും മാർക്ക് കിട്ടാൻ വേണ്ടി, A+ കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് ഇതിൽ നിന്നും നല്ല പാഠം ഉൾക്കൊള്ളാൻ കഴിയണം. എല്ലാവരും ഇതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻ ആൻസറും കൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊരു വർക്ക് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്, അത് ഒരു 3 ദിവസത്തിന് ശേഷം, ഏത് ദിവസം അയക്കണമെന്ന് ഞാൻ പറയാം, വർക്ക് ചെയ്തോളൂ. പക്ഷേ തൊട്ട് മുമ്പ് പറഞ്ഞ വർക്ക് ഇന്ന് തന്നെ അരമണിക്കൂർ കൊണ്ട് എഴുതി അയക്കണം. ഓക്കെ, താങ്ക് യു ഓൾ.